ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയുടെ കൂടെ വിളമ്പണ കട്ടിപ്പരിപ്പാണ്. അത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിന് വേണ്ടി എടുക്കേണ്ടത് പായസമൊക്കെ ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പാണ്. ഞാൻ അതിന് 1 കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കിനി ഇതിന് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇത് വറുത്തിട്ട് തന്നെ ഉണ്ടാക്കണേ. വറുക്കാതെ ഉണ്ടാക്കിയ പരിപ്പിൻ്റെ ഒരു പച്ച ചൊയ നമുക്ക് കഴിക്കുമ്പോൾ വരും. അതുകൊണ്ടാണ് വറുത്തിട്ടുണ്ടാക്കണം പറയുന്നത്. നല്ല വറന്ന് വന്നാൽ മതി, വല്ലാതെ കളറൊന്നും മാറി വരണ്ട. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ പരിപ്പ് വറന്ന് ഒന്ന് ചെറിയ കളർ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് വേറെ പാത്രത്തിൽ മാറ്റണം. അതില്ലെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇതൊന്ന് ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതാ മക്കളെ, ഞാൻ 2-3 പ്രാവശ്യം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാൻ വേണ്ടിയിട്ട് ഒരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനൊന്ന് മൂടിക്കൊടുക്കാം. ഇനി ഇത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു മിക്സി ജാറിൽ 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4 ഇല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഇല്ലെങ്കിൽ 2 എണ്ണം മതി. മക്കള് വെളുത്തുള്ളി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമില്ല. ചില ആൾക്കാരെ ഇടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ നല്ല നൈസായിട്ട് അരച്ചു കൊണ്ടുവരണം കേട്ടോ. മക്കളെ ഇപ്പൊ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇറക്കി വെച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോട്ടെ, എന്നിട്ട് നമുക്ക് തുറക്കാം. അപ്പം നമ്മുടെ പരിപ്പ് തുറന്ന് നോക്കാതെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ പരിപ്പിനെ നമുക്കിനി ഒന്ന് കുത്തി ഉടയ്ക്കണം. വല്ലാതെ കുത്തി ഉടയ്ക്കരുത്, ലേശം തരിയൊക്കെ വേണം. കണ്ടേ, ഇത് ഈ ലെവലിൽ വേണം ഉടയ്ക്കാൻ. ഇതാ, ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലൊരു 1/4 കപ്പ് വെള്ളം കൂടി ജാറ് കഴുകി അതും കൂടി ചേർത്ത് കൊടുത്താൽ. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കിയെടുക്കുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് വേണം എടുക്കാൻ. ഇത് കണ്ടില്ലേ, ഈ ലൂസിൽ. ഇനി ഇത് നമ്മൾ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്ത് ചൂടാറുമ്പോൾ നല്ല കട്ടി പരിപ്പ് പോലെ ആവും. ഇനി നമുക്ക് ഇങ്ങനെ എടുത്ത് അടുപ്പത്ത് വെച്ച് തേങ്ങയുടെ പച്ച ചവ മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മക്കളെ, ഇതിൽ നെയ്യ് കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സദ്യയിൽ ഇത് വിളമ്പുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ടാണ് കഴിക്കുക കേട്ടോ. ഇനി നമുക്ക് 1 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മക്കൾ, അപ്പം ഇത്രയേ ഉള്ളൂ പണി കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാൻ. അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിന് സദ്യയുടെ കൂടെ ഇതുകൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ മക്കളെ. എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണത്തിന് സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു കട്ടിപ്പരിപ്പ് ഉണ്ടാക്കണേ. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് കമൻറ്റിൽ എഴുതി അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.